അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഹദീദാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. പിന്നെ ഈ ആയത്തുകളുടെ ഒരാശയം നമ്മളെ മനസ്സിലുണ്ടാവും. അള്ളാഹു വിശ്വാസികൾക്ക് കൂടുതൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാഠങ്ങളാണ് നൽകുന്നത്. അപ്പോൾ അതിലാദ്യം അള്ളാഹിനെ കുറിച്ചുള്ള അറിവുകൾ പറഞ്ഞു. പിന്നെ ഈമാൻ, അതിലുള്ള ഈ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. അമലുസാലിഹാത്തിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ആയത്തുകളിലായിട്ട് ഇതേ വിഷയം തന്നെ, ഈമാന് അല്ലെങ്കിൽ അമലുസാലിഹാത്തിനെ തന്നെ കുറേ കൂടെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അള്ളാഹു വ്യത്യസ്തമായ ശൈലിയിലുള്ള പാഠങ്ങൾ നൽകുന്നതാണ് കഴിഞ്ഞ ആയത്തുകളിൽ. ഇന്നത്തെ ആയത്തും യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ ആശയങ്ങളിലേക്ക് പോകാം. 12-ാമത്തെ ആയത്ത്, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. യൗമ എന്ന് പറഞ്ഞാൽ ആ ദിവസം, തറ നീ കാണുന്ന ദിവസം, അൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വിശ്വാസികളെയും വിശ്വാസിനികളെയും, യസ്ആ നൂറുഹും. യസ്ആ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നുള്ള അർത്ഥമാണ്. സഞ്ചരിക്കുക. നൂറുഹും അവരുടെ പ്രകാശം. നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം. അവരുടെ പ്രകാശം സഞ്ചരിക്കുന്നതായിട്ട്. ബൈന ഐദീഹിം വബി ഐമാനിഹിം അവരുടെ മുൻഭാഗങ്ങളിലൂടെയും വലത് ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതായിട്ട് നീ കാണുന്ന ദിവസം. ബുഷ്റാക്കുമുൽ യൗം അന്ന് അവരോട് പറയപ്പെടും, ഇന്ന് നിങ്ങൾ സന്തോഷ വാർത്ത. എന്താണ്? ജന്നാത്തുൻ തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ. ജന്നാത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം, തോട്ടങ്ങൾ. സ്വർഗത്തെക്കുറിച്ച്, ആ സ്വർഗത്തിൻ്റെ വിവരണം, തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ, അതിൽ അരുവികൾ താഴെ ഭാഗത്തൂടെ ഒഴുകുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നിങ്ങളെ ഇന്ന് അറിയിക്കുന്നു. ഖാലിദീന ഫീഹ അവിടെ എന്തായിരിക്കും? അവർ നിത്യ വസിക്കുന്നവരായിരിക്കും. ദാലിക ഹുവൽ ഫൗസുൽ അലീം. ഇതാകുന്നു ഏറ്റവും മഹത്തായ വിജയം എന്നുള്ളത്. ഫൗസ് എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, മനുഷ്യൻ മരണപ്പെട്ടിട്ട് പരലോകത്തെത്തി വിജയിച്ചതിന് ശേഷം അവൻ അനുഭവിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും അതോടൊന്നിച്ച് നമ്മളധികം ചർച്ച ചെയ്യാത്ത ഖുർആനിലൊരു പ്രയോഗമാണ്. നമ്മൾ വിജയിച്ചു കഴിഞ്ഞ് ആ അവസ്ഥയിൽ നിൽക്കുമ്പം നമ്മുടെ മുൻഭാഗത്തു കൂടെയും വലതു ഭാഗത്തു കൂടെയും വെളിച്ചം ഉണ്ടാകുമെന്നുള്ള അള്ളാഹിൻ്റെ പ്രയോഗം. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു ഈമാൻ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ ഭൂമിയിൽ നമ്മൾ അമലു സാലിഹാത്തുകൾ ചെയ്യണം എന്ന് പറഞ്ഞു. അതിനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു. അതിൻ്റെ അവസാനത്തിൽ നിന്നുകൊണ്ട് അള്ളാഹു പരലോകത്തിലെ പ്രചോദനത്തെക്കുറിച്ച് ഇവിടെ പറയണം. അവിടെ 2 വിഷയങ്ങളാണ്. ഒന്ന് ജന്നത്താണ്, സ്വർഗമാണ്. 2 നൂറാണ്, പ്രകാശമാണ്. പരലോകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിങ്ങനെ കേൾക്കുമ്പം കുറേ കാലമായിട്ട് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമുക്ക് എപ്പോൾ പരലോകത്തെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് തോന്നുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ, നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ, നമ്മൾ ഈ കാണുന്ന ലോകം കഴിഞ്ഞിട്ടുള്ളൊരു ലോകമാണ് പരലോകം, കാണാത്ത ലോകം. നമ്മളെല്ലാ സമർപ്പണവും ത്യാഗവും ചെയ്യേണ്ടത് ആ ലോകത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ലോകം ഇസ്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ, ഖുർആൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ടുന്ന വിഷയമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരലോകമാണ്. പരലോകം കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ എന്തുള്ളൂ? ഇഹലോകം എന്നുള്ളൂ. ഇത് മനസ്സിലാകാതെ ഖുർആൻ പറയുന്ന ഒരു വിഷയവും നമുക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാവൂല എന്നുള്ളതാണ്. പരലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയ്ക്ക് യഥാർത്ഥത്തിൽ 5 പ്രശ്നങ്ങൾ കാണാൻ പറ്റും. ഞാൻ അത് പറഞ്ഞിട്ട് നമ്മളെ ഈ 100 ജന്നത്ത് എന്നുള്ളതിലേക്ക് വരാം. ഒന്ന്, നമ്മൾ ഇസ്ലാമിലേക്ക് മുസ്ലിങ്ങളായി ജനിച്ചവരായതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ എവിടെയോ സ്വർഗം എന്നുള്ളതും പരലോകം എന്നുള്ളതും നമുക്ക് അറിയാമെന്നുള്ളൊരു ധാരണ നമുക്ക് എവിടെയോ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ഉറപ്പുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് മാത്രമല്ല, ഉറപ്പുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിക്കൊള്ളും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ട്.
ഉറപ്പുണ്ടെങ്കിൽ ശരിക്കും അത് നമ്മുടെ പ്രവർത്തനത്തിൽ കാണും. സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ള ആളുടെ പ്രവർത്തനവും അതില്ലാത്ത ആളുടെ പ്രവർത്തനവും ശരിക്ക് നമ്മളെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മെ യഥാർത്ഥത്തിൽ വളരെ സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 10,000 റിയാൽ പ്രചോദിപ്പിക്കുന്നതിൻ്റെ അത്ര സ്വർഗം എന്ന ഒരു വർത്തമാനം പ്രചോദിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ തന്നെ ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. പിന്നെ സ്വർഗം ഉറപ്പാകുക എന്നുള്ളത് അത്ര എളുപ്പ പണിയാകാത്തത് കൊണ്ടാണ് ഖുർആൻ ഇത്രയും വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം ബോധപൂർവം സ്വർഗമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. വളരെ ഓട്ടോമാറ്റിക്കായി ഉണ്ടാവില്ല, അത് ഉറപ്പാവുകയില്ല. രണ്ടാമത്, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടിൻ്റെയും ചിന്തൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലെയും പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് മരണം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ജീവിതം വെച്ചുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്കൊരു വിഷമം ഉണ്ടാകുന്നത്, ലോകത്തൊരു വിഷമം ഉണ്ടാകുന്നത്, ജോലി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്, സമ്പത്ത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്, ഒരാൾ വളരെ അടുത്തൊരു ബന്ധു മരണപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് സ്ട്രെസ്സ് വരുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും മരണം വരെയുള്ള ജീവിതത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിനെ കണക്ക് കൂട്ടുന്നതും അനലൈസ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ സ്ട്രെസ്സ് വരുന്നതും. യഥാർത്ഥത്തിൽ അള്ളാഹു പറയുന്നത് മരണം കഴിഞ്ഞിട്ടുള്ളൊരു ലോകവും കൂടി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ കാണുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, പരലോകത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നം, നമ്മൾ പലപ്പോഴും പരലോകത്തെയും സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുന്നത് ഒരു താൽക്കാലിക സമാധാനിപ്പിക്കൽ തത്വമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വരുമ്പം എല്ലാം ആലോചിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ആലോചിക്കുക എന്നുള്ളൊരു താൽക്കാലിക സമാധാനിക്കൽ തത്വമായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. നാലാമത്, ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. കാണാൻ കഴിയാത്തൊരു കാര്യത്തിനെ കുറിച്ച്, കാണാൻ കഴിയുന്നതിനെയൊക്കെ ത്യാഗം ചെയ്തുകൊണ്ട് കാണാൻ കഴിയാത്തൊരു കാര്യത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മളൊരു പ്രശ്നമാണ്. അഞ്ചാമത്തെ ഒരു പ്രശ്നം, വളരെ വലിയ പ്രശ്നം, നമ്മുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ചൊരു ചിത്രമില്ല എന്നുള്ളതാണ്. പരലോകം എന്ന ഒരു വാക്ക് നമുക്കറിയാം, സ്വർഗം എന്നുള്ള വാക്കറിയാം, പക്ഷെ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു വളരെ വർണ്ണമുള്ള, നമ്മളെപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ചിത്രം ഉണ്ടോ എന്ന് വെച്ചാൽ അതില്ല. ഞാനിത് പറയാൻ കാരണം, ഖുർആൻ്റെ ആയത്തുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം, ഒരു പിന്നെ ചാരുമഞ്ചലിൽ ആടുന്ന അല്ലെങ്കിൽ പച്ചപ്പ്, അരുവികൾ എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടാകണമെന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാൻ പറ്റും. കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചൈനീസ് പിന്നെ തത്വചിന്തകനാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്, വി ഹാവ് 2 lives, നമുക്ക് 2 ജീവിതങ്ങൾ ഉണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ബിഗിൻസ് വെൻ വി റിയലൈസ് വി ഓൺലി ഹാവ് 1 എന്നാണ്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആ ജീവിതം തുടങ്ങുന്ന തന്നെ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ ഉറക്കുമ്പോഴാണ്. ശരിക്കും ഈ ഒരു വാക്യം പരലോകത്തെക്കുറിച്ച് വളരെ കൃത്യമാണ്. നമുക്കറിയാം ഈ ജീവിതവും പരലോകവും 2 ജീവിതം ഉണ്ട്, നമുക്കറിയാം. പക്ഷെ ഒരിക്കലും പരലോകം എന്നത് നമ്മുടെ മനസ്സിൽ തുടങ്ങിയിട്ടില്ല. അത് എപ്പോഴാണ് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ പരലോകം മാത്രമേ ഉള്ളൂ എന്ന ചിന്ത നമുക്ക് ക്ലിയർ ആകുമ്പോഴാണ്. നമുക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കുന്നതുകൊണ്ടാണ് പരലോകം നമ്മുടെ മനസ്സിൽ സ്റ്റാർട്ടാകുന്നതെന്ന് കാണാൻ പറ്റും. സ്വർഗം എന്ന് പറയുന്നത് പിന്നെ നമ്മളോട് തന്നെ ചോദിക്കണം. ഞാനിത് പറയാൻ കാരണം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് നമുക്ക് ഈ വിഷയത്തിൽ ഉറപ്പുണ്ടോ എന്നുള്ളതാണ്. നമ്മളോട് തന്നെ ചോദിക്കേണ്ടത് നമ്മൾ ഈ വിഷയവുമായി ഉറപ്പുണ്ടോ എന്നുള്ളത്. പരലോകം ശരിക്കും പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റാണ്. മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുന്നത് പ്രതീക്ഷ ഉള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നാളെ ഇന്നത്തേക്കാൾ നല്ലൊരു നാളെയാകും, നാളെ ഇന്നത്തേക്കാൾ എനിക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടും, നാളെ ഞാൻ ഇന്നത്തേക്കാൾ നല്ലൊരു മനുഷ്യനാകും, നാളെ എൻ്റെ മോൻ ഇന്നത്തേക്കാൾ നല്ലൊരു മോനാകും, നാളെ അവനൊരു ഭാവിയുണ്ട്. ഈ നാളെ എന്നതിൻ്റെ പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. അള്ളാഹു ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതീക്ഷയെ വളരെ കൃത്യവും യാഥാർത്ഥ്യവുമായിട്ടുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരാനാണ് നോക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഖുർആനിൽ പിന്നെ 4 തരത്തിൽ യഥാർത്ഥത്തിൽ പരലോകവും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് യുക്തിപരമായിട്ടാണ്, എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ എന്തുകൊണ്ട് സ്വർഗമുണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു നീതിയെക്കുറിച്ചൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് നീതി പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ സ്വർഗം വേണം, അല്ല മഹ്ശറ വേണമെന്ന് പറയുന്നത് യുക്തിപൂർവ്വം. രണ്ടാമത് അള്ളാഹു വൈകാരികമായിട്ട് ആണ് അവതരിപ്പിക്കുന്നത്. ഇതും ഖുർആനിൽ നമ്മളിങ്ങനെ അതിൽ യുക്തിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ അത് കേൾക്കുമ്പോൾ ഇപ്പം അരുവികൾ ഒഴുകുന്ന സ്വർഗം എന്ന് പറയുന്നതിൽ യുക്തിയല്ല ഉള്ളത്, എന്താ ഉള്ളത്, ഒരു വൈകാരികതയാണ്, നമുക്കൊരു ഫീലാണ് തരുന്നത്.
4 ചിത്രീകരണ സ്വഭാവമാണ്. എന്ന് വെച്ചാൽ ഏത് ചെറിയ കുട്ടിക്ക് പോലും സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാകുന്ന രീതിയിൽ പഴങ്ങൾ പിന്നെ എന്താണ് അടുത്ത് പറിക്കാൻ രീതിയിൽ വളരെ അടുത്ത് നിൽക്കുന്നു, ചിത്രീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു. 4-മത്തെ ഒരു ശൈലി ഈ ലോകവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സ്വർഗത്തിൻ്റെ എല്ലാ അവതരണവും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഭാവിയിൽ നടക്കുന്ന സ്വർഗത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് 4 രീതിയിലാണ്. യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടുന്ന ജീവിതങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയൊക്കെ. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആകാൻ കഴിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ, വിജയത്തിനെ കുറിച്ചൊരു പ്രതീക്ഷയില്ലാതെ, വിഭവങ്ങളില്ലാതെ, ആൾക്കാർ കൂടെ ഇല്ലാതെ, നിരന്തരം മർദ്ദനമേൽക്കുമ്പോഴും ഭയങ്കര ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഒരു സമൂഹത്തെയും ഒരു ആദർശത്തിന് വേണ്ടി എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏക ഉത്തരം സ്വർഗത്തെക്കുറിച്ചുള്ള വല്ലാത്തൊരു ഉള്ളിലേതാണ്. ഒരു ഉദാഹരണത്തിന് സ്വർഗത്തിന് നമുക്കറിയാം, സ്വർഗത്തിനെ കുറിച്ചുള്ളൊരു വിവരണത്തിലുള്ളതാണ് പാലുകൾ ഒഴുകുന്ന നദികൾ, മദ്യം ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത്. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങുന്നത് നിങ്ങൾ ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ മക്കി കാലഘട്ടത്തിലെ തുടക്കത്തിലാണ്. എന്ന് വെച്ചാൽ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് പരലോകത്ത് ഇങ്ങനെ പല രീതിയിൽ ഒഴുകുന്ന അരുവികളുണ്ട് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് എന്ന് കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ, ഹദീസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ഫീലിങ്ങിലാണ് പറയുന്നത്. നമ്മളിങ്ങനെ വെറുതെ പറയുന്ന പോലെയല്ല, ഭയങ്കര യാഥാർത്ഥ്യ ബോധ്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഹദീസിലും നമുക്ക് സ്വർഗത്തെക്കുറിച്ച് വായിക്കാൻ വയ്യ. അതിലൊരു ഹദീസ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുറേ സഹാബത്തിനെ ഇങ്ങനെ വിളിച്ചിട്ട് സ്വർഗത്തിനെ കുറിച്ച് വിവരിക്കുകയാണ്. ഈ സീനിനെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിരുന്നിട്ട് സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുക. ഇവരൊക്കെ 35-40 വയസ്സുള്ള ആൾക്കാരാണ്. ആ പ്രായത്തിൽ ഇരുന്നു കൊണ്ട് അവരെന്ത് ചെയ്യാണ്? സ്വർഗത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാണ് എന്ത്? പിന്നെ നമസ്കരിക്കുന്നവർക്ക് ഇന്ന വാതിലിലൂടെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എത്ര റിയാലിറ്റിയാണ് പറയുന്നത് നോക്കുക. എന്നിട്ട് ജിഹാദ് ചെയ്യുന്നവർക്ക് ഇന്ന വാതിലുകളാന്ന് പറയും. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് വെച്ചാൽ പിന്നെ 40 വയസ്സുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് എന്ത്? ശരിക്കും ഇങ്ങനെ ഓരോ വാതിലിലേക്കും വിളിക്കപ്പെടുന്നവർക്ക് ഒരു വിഷമവും ആവശ്യവും ഉണ്ടാവൂലല്ലേ പ്രവാചകരെ എന്ന് ചോദിക്കുകയാണ്. ഭയങ്കര ഇതിൽ ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ അങ്ങനെ പറയുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കും, ഈ എല്ലാ വാതിലുകളിൽ കൂടിയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ, ഓക്കെ പറയുന്ന കേക്ക് ഓക്കെയാണ്, വാതിലുകൾ, സ്വർഗം, അരുവി ഇതൊക്കെ പറയാം. പക്ഷെ നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് കേൾക്കുന്നത്? വാതിലുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പം തന്നെ വാതിൽ വരികയാണ്. ഈ എല്ലാ വാതിലിലും വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ മാത്രമുള്ള യാഥാർത്ഥ്യബോധം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം കൊടുക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്കൾ അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരാളായിരിക്കും എന്നുള്ളത്. ഇവരെയാണ് നമ്മൾ ഹീറോസ് ആക്കിയിട്ട്, ഇവരെയാണ് നമ്മൾ റോൾ മോഡൽസ് ആക്കുന്നത്. പക്ഷെ നമ്മളെ ഉള്ളിൽ അവർക്ക് നിറഞ്ഞതുപോലെ സ്വർഗം നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അവരെ പോലെ ആകാൻ കഴിയില്ല എന്ന് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ആയത്തിലേക്ക് വരികയാണ്, നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ആരായാലും നമ്മുടേതായ ഒരു ഇൻട്രസ്റ്റ് വെച്ചുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് നമ്മുടേതായ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇത് ഉണ്ടാകുക നിർബന്ധമാണ്. അത് ഖുർആനിൽ ഏത് ആയത്തിൽ പറയുന്നതാണ് നമ്മൾ മനസ്സിൽ തട്ടുന്നത് നമ്മൾ തന്നെ ആലോചിക്കേണ്ടതാണ്. നമ്മൾ ആയത്തിലേക്ക് വന്നാൽ ഈ ആയത്തിൻ്റെ പ്രയോഗം നിങ്ങൾ നോക്കുക. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നാണ് ആയത്ത് തുടങ്ങുന്നത്. യൗമ തറ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ കാണുന്ന ദിവസം. ആര് കാണുന്ന ദിവസം? ഈ ഓതുന്ന ആൾ കാണുന്ന ദിവസം. അപ്പം നമ്മളെ അള്ളാഹു ഒരു യാത്രയിലേക്ക് കൊണ്ടുപോവാണ്. കാരണം നമ്മൾ കാണുന്ന ദിവസം നമ്മളിങ്ങനെ, അപ്പം നമ്മളോട് അല്ല പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. എന്ത്? നമ്മൾ നോക്കുമ്പം വിശ്വാസികളും വിശ്വാസിനികളും, വിജയിച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളും, അവരെ നീ കാണുന്ന ദിവസം എന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ അള്ളാഹിൻ്റെ കൂടെ ഒരു യാത്രയാണ്. ഇത് ഖുർആൻ്റെ ഒരു പ്രയോഗമാണ്. സൂറ അൻആമിൽ അള്ളാഹു പിന്നെ ഈ അശ്രദ്ധമായി ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്നത്, അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് വമാ യശ്ഉറൂൻ, അവരെന്തല്ല, അവർ ബോധവാന്മാരല്ല. എന്നിട്ട് പറയാണ് വലൗ തറ, നീ കണ്ടിരുന്നുവെങ്കിൽ. അപ്പോൾ അവരോട് പറയാണ് വലൗ തറ, നീ കണ്ടിരുന്നുവെങ്കിൽ
ഇത് ഉക്കിഫു അലന്നാർ, ഇവരൊക്കെ നരകത്തിൽ നിർത്തപ്പെടുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ. അപ്പൊ ഖുർആന്റെ ശൈലിയാണിത്. എന്ന് വെച്ചാൽ അവർക്ക് ബോധം ഉണ്ടാക്കാൻ വേണ്ടി അള്ളാഹ് പറയുകയാണെന്ന്, നീ കണ്ടിരുന്നെങ്കിൽ, അവര് നരകത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആ നിമിഷം നീ കണ്ടിരുന്നെങ്കിൽ. അതേപോലെ നമ്മളോട് അള്ളാഹ് പറയുകയാണെന്ന്. അപ്പൊ നമ്മളിവിടെ നിന്നാൽ പോരാ, നമ്മളിപ്പം മഹ്ശറയിൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വിജയിച്ചവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൂറ സുമറിൽ അള്ളാഹ് പറയുന്നത് വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് എന്നാണ്. എന്ന് വെച്ചാൽ നിനക്ക് കാണാം, സ്വർഗത്തെക്കുറിച്ച് പറയാണ്, നിനക്ക് കാണാം, നമുക്ക് കാണാം, മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം ചെയ്തുകൊണ്ട് അവൻ്റെ സിംഹാസനത്തിൻ്റെ ചുറ്റും വലയം ചെയ്യുന്നതായിട്ട് കണങ്ങൾ ആലോചിക്കുക. എത്രത്തോളം വിഷ്വലൈസേഷനാണ്. നമ്മൾ സ്വർഗത്തിൽ കാണുമ്പം അള്ളാൻ്റെ അർശിന് ചുറ്റും മലക്കുകൾ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ചുറ്റുന്നത് നിനക്ക് കാണാമെന്നാണ് അള്ളാഹു അവിടെ പറയുന്നത് കാണാൻ പറ്റും. ഇനി ആയത്തിലേക്ക് വന്നാൽ അള്ളാഹു പറയുന്നത് യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും എന്നാണ്. നമ്മൾ കാണുമ്പം, നമ്മൾ വിശ്വാസികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കുന്നവരാണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും പ്രകാശം നമുക്ക് ചുറ്റുമുണ്ടാവും എന്നുള്ളതാണ്. ഇത് ഖുർആനിലെ പിന്നെ 1-2 തവണയായിട്ട് അള്ളാഹു ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ്. എന്താണ് നൂറ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് നൂറ് എന്നുള്ളത്. നൂറ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സിംബോളിക് ആയിട്ടുള്ളൊരു വർത്തമാനമാണ്, എന്ന് വെച്ചാൽ പ്രതീകാത്മകമാണ്. വെളിച്ചം എങ്ങനെയും ആകാം. എന്താണ് നൂറ്? വെളിച്ചം എന്ന് പറയുന്നത് സത്യം കാണാൻ പറ്റുന്ന അവസ്ഥയാണ് വെളിച്ചം. ഇരുട്ടിൻ്റെ ഓപ്പോസിറ്റാണ് ഖുർആനികമായിട്ട് വെളിച്ചം. സത്യം ആരാണ്? സത്യം അള്ളാഹുവാണ്. അള്ളാഹുവിനെയും അള്ളാഹുവിലേക്കുള്ള വഴിയെയും കാണാൻ കഴിയുന്നതൊക്കെ വെളിച്ചമാണ്. അത് കാണാൻ കഴിയാത്തതൊക്കെ ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് അള്ളാഹു നൂറ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ നൂറിലേക്ക് വഴികാട്ടുന്ന നൂറാണ്. അള്ളാഹുവിനെ കാണാൻ കഴിയുന്നതെല്ലാം എന്താണ്? നൂറാണ്. അപ്പം അള്ളാഹു ആണ് എന്ത്? ആത്യന്തിക അള്ളാഹു നൂറ് സമാവാത്തി വൽ അർള് എന്ന് പറയുന്നത് അതാണ്. ആഖിറത്തിലെ നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിവരിക്കാൻ കഴിയാവുന്നതിൻ്റെ അപ്പുറമുള്ള ഒരു നിമിഷമാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം അത്രത്തോളം നമ്മുടെ അടുത്താകുമ്പം നമുക്ക് ചുറ്റും വെളിച്ചം പ്രസരിക്കും എന്നാണ്. അള്ളയാണ് നൂറ്. അള്ളാനെ നമ്മൾ തേടുകയാണ് ഈ ലോകത്ത്. ഇടക്കിടക്ക് നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പൊട്ടിക്കരഞ്ഞു പോകുന്നത്. പക്ഷെ സ്വർഗത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അള്ളാൻ്റെ സാമീപ്യം എത്രത്തോളം അടുത്തായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാൻ്റെ നൂറ്, ആ പ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ കടക്കുന്നവരെ നമ്മൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചുറ്റും പ്രകാശമായി കാണുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹു ഇതിലും സുന്ദരമായിട്ട് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞു തരാൻ കഴിയുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അവൻ്റെ സാമീപ്യത്തിൽ, അവൻ്റെ പ്രകാശത്തിൽ നിൽക്കാൻ കഴിയുന്ന നിമിഷം. സൂറ സുമറിൽ 69-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് അഷ്റഖത്തിൽ അർളു ബിനൂരി റബ്ബിഹ എന്നാണ്. അവസാന നാൾ, ഈ ലോകം അവസാനിച്ചു കഴിയുമ്പം ഭൂമി അതിൻ്റെ രക്ഷിതാവിൻ്റെ നൂറ് കൊണ്ട് പ്രകാശിക്കും എന്നാണ്. എന്തായിരിക്കും അവസ്ഥ? ഭൂമി അതിൻ്റെ രക്ഷിതാവിൻ്റെ നൂറ് കൊണ്ട് പ്രകാശിക്കും. സൂറ തഹ്രീമിൽ വിശ്വാസികൾ ഈ നൂറൊക്കെ ഇങ്ങനെ അനുഭവിക്കും. എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ സാമീപ്യം അടുത്തിങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് അത് പോരാഞ്ഞിട്ട് അവർ അള്ളാഹിനോട് ചോദിക്കും, റബ്ബന അത്മിം ലന നൂറന എന്നാണ്. പടച്ചവനെ, നമുക്ക് ഈ പ്രകാശം നീ ഇനിയും പൂർത്തീകരിച്ച് തരണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് അള്ളാഹു പറയുന്നത്. ഇനി നൂറില്ലാത്ത അവസ്ഥ, നമ്മൾ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞിട്ട് അള്ളാഹിൻ്റെ നൂറില്ലാത്ത അവസ്ഥയെക്കുറിച്ച് സൂറ ഹദീദിൽ തന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിലായിപ്പോയ കപട വിശ്വാസികൾ ലില്ലദീന ആമനു, വിശ്വാസികളോട് പറയും, നക്തബിസ് മിൻ നൂരിഹിം, കുറച്ചിങ്ങളെ പ്രകാശം നമുക്കും തരുമോ എന്ന് അവർ ചോദിക്കുമെന്ന് അള്ളാഹ് പറയുന്നതിൻ്റെ കാരണം നൂറില്ലാത്ത അവസ്ഥ അത്രയും അസഹനീയമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച വിഷയവുമായിട്ടൊക്കെ ഖുർആനെ നൂറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, പ്രകാശത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഈ ഖുർആനിൽ പറയുന്നുണ്ട്. ഒന്ന് തസ്ബീഹാണ്. ഈ സൂറത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാത്തി മാഫിൽ അർദ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിപ്പുകളും അള്ളാഹ്ക്ക് എന്ത് ചെയ്യുന്നു? സുബ്ഹാനല്ലാഹ്, തസ്ബീഹ് ചെയ്യുന്നു. പിന്നെ ഖുർആനിലെ സൂറ നൂറിൽ പിന്നെ നൂറുൻ അലാ നൂർ, അള്ളാഹിൻ്റെ നൂറ്, അള്ളാഹ് പ്രകാശത്തിന് മേൽ പ്രകാശമാണ് എന്ന് പറഞ്ഞതിന് ശേഷം
ഈ പ്രകാശം എവിടെയാണ് ഉണ്ടാകുക എന്ന് പറയുന്നതാണ് അടുത്ത ആയത്ത്. ഫി ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു വയുസബ്ബിഹു ലഹു എന്നാണ്. എവിടെയാണ് അള്ളാഹിൻ്റെ പ്രകാശം ഉണ്ടാകുക? എവിടെയൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു അവിടെയൊക്കെ അള്ളാഹിൻ്റെ പ്രകാശമുണ്ട്. സുബ്ഹാനല്ലാഹയും അള്ളാഹിൻ്റെ പ്രകാശവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എത്ര തസ്ബീഹ് ചെയ്യുന്നു, തസ്ബീഹ് എന്ന് വെച്ചാൽ അള്ളാഹിനെ അനുസരിക്കലാണ് പ്രായോഗികമായിട്ട്, എത്ര നമ്മൾ അനുസരിക്കുന്നോ അത്രയും നമുക്ക് അള്ളാഹിൻ്റെ പ്രകാശം, അള്ളാഹിൻ്റെ സാമീപ്യം ഫീൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ നൂറും കഴിഞ്ഞ നമ്മളിതിനു മുന്നേ പഠിച്ചൊരായത്താണ് ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിന്. അള്ളാഹുവാണ് എല്ലായിടത്തും, അള്ളയാണ് ആദ്യം, അള്ളയാണ് അന്ത്യം, അള്ളയാണ് ഏറ്റവും പ്രത്യക്ഷമായത്, അള്ളയാണ് ഏറ്റവും പരോക്ഷമായത്. ഇനി നൂറിനല നൂറ് എന്ന് അള്ള പറഞ്ഞതിന് ശേഷം അള്ളാഹുവാണ് പ്രകാശത്തിന് മോൾ പ്രകാശം എന്ന് പറഞ്ഞതിന് ശേഷം അള്ള പറയുന്നത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ല എന്നാണ്. ഏത് മനുഷ്യർക്കാണ് അള്ളാഹിൻ്റെ നൂറ് ഫീൽ ചെയ്യാൻ കഴിയുക? കച്ചവടമോ ഈ ഭൂമിയിലെ ഒരു വസ്തുവോ അവരെ ദിക്ർ, അള്ളാഹിൻ്റെ ഓർമ്മയിൽ നിന്നും അശ്രദ്ധമാക്കാത്ത മനുഷ്യർക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക? നൂറുൻ അലാ നൂർ, അള്ളാഹിൻ്റെ നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് അള്ള പറയുന്നത്? ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ലാഹിറു വൽ ബാത്തിനു എന്ന് പറഞ്ഞാൽ എന്താ? അള്ള മാത്രമാകുന്ന ഫീലാണ്. അപ്പോൾ അവിടെ ഒന്നുമില്ല. ആർക്കാണ് അള്ളാഹിൻ്റെ നൂറ് ഫീൽ ചെയ്യാൻ കഴിയുക? അള്ളയല്ലാത്ത മറ്റൊന്നും മനസ്സിലില്ലാത്തവർക്കാണ് അള്ളാഹിൻ്റെ, എന്ന് വെച്ചാൽ അള്ള എല്ലായിടത്തും ആകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുക? നൂറ് ഫീൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തുകൊണ്ടാണ് അള്ളാഹിൻ്റെ നൂറ് ഈ ലോകത്ത് ഫീൽ ചെയ്യാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ, എൻ്റെ ഈഗോ, എൻ്റെ ജോലി, എൻ്റെ കുടുംബം എന്നത് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? അള്ളാഹിൻ്റെ നൂറ് ഫീൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ നൂറും ലുലുമാത്തി ഇലൻ നൂർ എന്നുള്ള പ്രയോഗമുണ്ട്, നമ്മൾ പഠിച്ചാണ്. എന്താണ്? പിന്നെ ഇസ്ലാമിൻ്റെ ഒരു ദൗത്യം എന്താണ്? നമ്മളെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതും നൂറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ലോകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ വെളിച്ചത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ പൂർണ്ണമായി എത്താൻ കഴിയില്ല. ഇവിടെ ഉള്ള എല്ലാ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൗത്യമാണ് ഖുർആനും പ്രവാചകനും ഒക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയുടെ അന്ത്യത്തിലാണ് നമ്മൾ എവിടെ എത്തുന്നത്? അള്ളാഹു എന്ന നൂറിൻ്റെ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം പൂർണ്ണമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഈ വെളിച്ചത്തിൻ്റെ ഈ യാത്രയുടെ അന്ത്യമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? എന്ന് വെച്ചാൽ നൂറ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ ഒരു സ്ഥിരം വർത്തമാനത്തിൽ വരാത്ത ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ചിലപ്പോൾ അധികം ആഴത്തിൽ ആലോചിക്കാത്തൊരു വിഷയമാണ്, ചിലപ്പം ടഫായിട്ട് തോന്നുന്ന വിഷയമാണ്. പക്ഷേ ആലോചിച്ചാൽ അള്ളാഹുവിനെ നമുക്ക് കാണാനോ അള്ളാഹിനെ വിവരിക്കാനോ അള്ള വിവരിക്കുകയില്ല. പക്ഷെ വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, പരലോകം, സ്വർഗം, അള്ള അടുത്തെത്തുമ്പോഴുള്ളൊരു ഫീലിനെ കുറേയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഫീലാണ് വെളിച്ചം എന്നുള്ളത്. അള്ളാഹിൻ്റെ വെളിച്ചം നമ്മുടെ ശരീരത്തിന് തട്ടി പ്രകാശിക്കുന്ന ആ നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കാം. ഇനി നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ ആയത്ത് പറയുന്നത് ബുഷുറാക്കുമുൽ യൗം എന്നാണ്. ആദ്യം പറയുന്നത് എന്താണ്? വെളിച്ചം അവർക്ക് ചുറ്റിലും കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ബുഷുറാക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കും. ഇത് സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നതിൽ നമ്മൾ ഇരുത്തി വായിച്ചാൽ നമ്മുടെ മനസ്സിന് ആഴത്തിൽ തട്ടുന്ന ഒരു പ്രയോഗമാണ് പരലോകത്തിലെ അശരീരികൾ. അശരീരികൾ എന്ന് പറഞ്ഞാൽ അവരോട് പറയപ്പെടും നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളൂ, അവരോട് പറയപ്പെടും സലാം. അപ്പം അശരീരികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, വിചാരണയുടെ എല്ലാ സന്ദർഭവും കഴിഞ്ഞു. തൽക്കാലം കുറച്ച് നേരത്തേക്ക് ആലോചിച്ച് നോക്കാം. വിചാരണ, അള്ളാഹിൻ്റെ മുന്നിൽ വിചാരണക്ക് നിന്നു, എല്ലാം കഴിഞ്ഞു, നമ്മൾ വിജയിച്ചു, അള്ളാഹിൻ്റെ മുഖത്തെ രീത നമ്മൾ അനുഭവിച്ചു, അവൻ്റെ വെളിച്ചത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു അശരീരി വരികയാണെന്ത്? ഒരു സന്തോഷ വാർത്ത വരികയാണെന്ത്? നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. അതാണ് അള്ളാഹ് ഇവിടെ പറയുന്നത് ബുഷുറാക്കുമുൽ യൗമ ജന്നത്തൻ. അവരോട് പറയപ്പെടും, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് പറയും നിങ്ങൾക്ക് എന്തുണ്ട്? സ്വർഗമുണ്ട് എന്ന് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം സ്വർഗം എത്തുന്നതിന് മുമ്പേ തന്നെ അതിൻ്റെ സുഗന്ധം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. നിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് വെറുതെ ഒന്ന് ആഴത്തിൽ ആലോചിച്ച് നോക്കുക. എത്രത്തോളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാൾ സ്വർഗത്തിലേക്ക് കടക്കുന്നവനാണെങ്കിൽ അവന് ഭൂമിയിലെ അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയേക്കാൾ സ്വർഗത്തിലെ അവൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയും എന്നാണ്. അത്രത്തോളം പരിചിതമായിരിക്കും നമുക്ക് ആ വഴികൾ, അത്രത്തോളം പരിചിതമായിരിക്കും നമുക്കതിൻ്റെ ആ ഇടങ്ങൾ.
അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മളെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ച് സ്ഥലത്ത് പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അള്ളാൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്നാണല്ലോ വന്നത്. അത്രയും പരിചിതമായ വഴികൾ, അത്രയും പരിചിതമായ ഇടങ്ങൾ, ആ പരിചിതമായ ഇടങ്ങളിലൂടെ നമ്മൾ നടന്നു പോകുന്നത് നമ്മളെ വീട്ടിലേക്കാവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? പഠിച്ചോ നമ്മളെയൊക്കെ അവിടേക്ക് എത്തിക്കുമാറാട്ടെ. ആമീൻ. സ്വർഗം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വിശദീകരണങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. പക്ഷേ സ്വർഗം എന്താണ് എന്നതിന് വളരെ സിമ്പിളായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഏറ്റവും പെർഫെക്ഷനിലെത്തുന്ന അവസ്ഥയാണ്, ഒരു മനുഷ്യന് ഏറ്റവും പൂർണ്ണതയിലെത്തുന്ന അവസ്ഥയാണ് സ്വർഗമെന്ന്. അതെന്താണ് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ ദൗർബല്യങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഒരാൾ നമ്മളെക്കാൾ പൈസ ഉണ്ട് എന്ന് കാണുന്ന നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചൊറിച്ചിൽ വരൂലേ? ഇതാണ് നമ്മുടെ വീക്ക്നെസ്. ഒരു ചെറിയ തലവേദന വരുമ്പോൾ തന്നെ നമ്മൾ ആകെ ഇല്ലാണ്ടാവില്ലേ? ഇതാണ് നമ്മുടെ വീക്ക്നെസ്. ഒരാൾ നമ്മളോട് സലാം പറയുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പിന്നെ അയാളോട് പറയേണ്ടെന്ന് തീരുമാനിക്കൂലേ? ഇതാണ് നമ്മുടെ ദൗർബല്യം. ഇതൊന്നും ഇല്ലാത്ത ഒരാളെ കുറിച്ച് ആലോചിക്കും. പ്യുവറായിട്ടുള്ള ആ അവസ്ഥ എന്താണോ അതാണ് സ്വർഗം എന്ന് കാണാൻ പറ്റും. സ്വർഗത്തിലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മാനസികമായിട്ടുള്ളൊരു സൗഭാഗ്യം, മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുന്ന ഒരു സൗഭാഗ്യം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നേയും പറഞ്ഞ വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഒരു നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ചിലപ്പോൾ നമ്മുടെ മോന് ജനിച്ച ആ നിമിഷമായിരിക്കും, അവൻ ആദ്യമായി കണ്ട ആ നിമിഷമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇടത്തിലേക്ക് പോയി അവിടെ എത്തിയ നിമിഷമായിരിക്കും, അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഉമ്മാനെ കണ്ട ആ നിമിഷമായിരിക്കും. നമുക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഈ സന്തോഷം ഉണ്ടാക്കിയതാരാണ്? അള്ളാഹുവാണ്. സന്തോഷം എന്ന ഫീലിംഗ്, ആ അള്ളാഹു നമ്മളെ സന്തോഷം കൊണ്ട് നിറക്കാൻ തീരുമാനിച്ചാൽ അതെന്തായിരിക്കും? അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. നമുക്ക് പറയാനും വിവരിക്കാനും കഴിയുന്നതിൻ്റെ അപ്പുറമാണ് സ്വർഗം എന്ന് കാണാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് പരലോക വിശ്വാസത്തെ നമ്മൾ വളരെ ആഴത്തിൽ വിലയിരുത്തണം. എന്നിട്ട് നമ്മുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാക്കണം എന്ന് മാത്രം പോരാ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിനെ ബന്ധപ്പെടുക. ഇവിടെയാണ് നമ്മുടെ ചാലഞ്ച്. ഇപ്പം നമ്മൾ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു സ്വർഗം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കൊരു ത്യാഗം ചെയ്യേണ്ട സന്ദർഭത്തിൽ, നമ്മൾ നമസ്കരിക്കാൻ പോകേണ്ടുന്ന സന്ദർഭത്തിൽ, ഒരു സമ്പത്ത് കൊണ്ട് സഹായിക്കേണ്ട സമയത്ത്, ആ സമയത്ത് സ്വർഗം ഫീൽ ചെയ്യണം. ഇത് കൊടുത്താൽ എനിക്ക് സ്വർഗം എന്നത് ഫീൽ ചെയ്യാൻ കഴിയണം. ഇതിൽ ഖുർആൻ്റെ ഒരു ആയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും കൂടെ പറഞ്ഞാൽ ക്ലാസ് അവസാനിപ്പിക്കാം. എങ്ങനെയാണ് ഖുർആൻ ദൈനംദിന ജീവിതവുമായിട്ട് സ്വർഗത്തിനെ ബന്ധപ്പെടുന്നത് എന്നുള്ളൊരു ഒരൊറ്റ എക്സാമ്പിൾ, കുറേ എക്സാമ്പിൾ പറയാൻ കഴിയും. സൂറ ആൽ ഇമ്രാനിൽ ഭൗതിക വിഭവങ്ങളുടെ ഏറ്റക്കുറിച്ചിൽ വെച്ച് ജീവിതത്തെ അളന്നുകൊണ്ടിരുന്ന ആൾക്കാരോട് പ്രവാചകൻ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ആ സമയത്ത് എല്ലാ സമർപ്പണം ചെയ്തിട്ടും സമ്പത്ത് കൂടുതലുള്ളത് ജൂതന്മാരുടെ അടുത്താണ്, അല്ലെങ്കിൽ സമ്പത്ത് കൂടുതലുള്ളത് അവിശ്വാസികളുടെ അടുത്താണ്. അപ്പം ഇവർക്ക് ഭയങ്കര മനസ്സിൽ ബേജാറ്, എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ? അതിന് അള്ളാഹു മറുപടി പറയുന്നത് എങ്ങനെയാന്ന് നോക്കുക. ലാ യഗുറന്നക തഖല്ലുബു വല്ലദീന കഫറു ഫിൽ ബിലാദ്. സത്യനിഷേധികൾ നാടിലെങ്ങും സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, വഞ്ചിക്കേണ്ടതില്ല. നിങ്ങൾ നോക്കുമ്പം ഏറ്റവും മോശമായ ആൾക്കാരാണ് ഭയങ്കര സമ്പന്നൻ. ഇവരൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നമുക്കുള്ളൊരു ബേജാറ്, ഞാൻ ഇത്രയും നിസ്കരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, അതൊന്നും ബേജാറാക്കേണ്ടതില്ല. മതാഉൻ കലീൽ, ഈ അവർക്കുള്ള വിഭവം എന്താണ്? താൽക്കാലികമാണ്. സുമ്മ മഅ്വാഹും ജഹന്നം, അവർ പോകാൻ പോകുന്നത് നരകത്തിലേക്കാണ്. വബിസൽ മിഹാർ. എന്നിട്ട് ചോദിക്കും, നോക്കാം, ലാക്കിനില്ലദീന തഖൗ റബ്ബഹും, ഈ അവസ്ഥയിലൊക്കെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് ലഹും ജന്നാത്ത്. അപ്പോൾ എവിടെയാണ് ജന്നത്തിനെ കൊണ്ട് അള്ളാഹ് ഇടുന്നത്? നമ്മുടെ മനസ്സിൽ ഈ ഒരു നിരാശ വരുമ്പോഴാണ് അള്ളാഹ് ജന്നത്തിനെ. അപ്പോൾ ആ നിരാശ വരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? സ്വർഗം തെളിയണം. ലാക്കിനില്ലദീന തഖൗ റബ്ബഹും ലഹും ജന്നാത്ത് തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ. എന്നിട്ട് അള്ളാഹിൻ്റെ ഒരു പ്രയോഗമുണ്ട്, നുസുലൻ മിൻ ഇൻദില്ലാ എന്നാണ്. അള്ളാഹിൻ്റെ അടുത്തുള്ളൊരു സൽക്കാരമാണ് അത് എന്നാണ്. നുസുല്, നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നുകൊണ്ട് അള്ളാഹിൻ്റെ സൽക്കാരമാണ്. ഇത് നമ്മുടെ മനസ്സിൽ നിറയുമ്പം സ്വാഭാവികമായിട്ടും മറ്റതൊക്കെ എന്ത് ചെയ്യണം? മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അതവിടെ പറയുന്നത്. ഇനി ഒരു ഹദീസ് ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഇത്. ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് പ്രവാചകനും സഹാബത്തൊക്കെ കൂടിയിട്ട് ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ എല്ലാവരും പ്രവാചകന്റെ കൂടെ ഓരോ ഇഷ്ടികയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇതാണ്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഇഷ്ടിക ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? എല്ലാവരും ഒരു ഇഷ്ടിക ചുമക്കുമ്പം അമ്മാർ റളിയല്ലാഹു അൻഹു 2 ഇഷ്ടിക ചുമന്ന് പോവാണ്. ഇത് കണ്ട പ്രവാചകൻ ഇത് നിങ്ങൾ വെറുതെ ഒരു ഇതായിട്ട് കേൾക്കരുത് കേട്ടോ. പ്രവാചകൻ എങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ സ്വർഗത്തിന് അവരുടെ ലൈഫ് സ്റ്റൈൽ എന്തായിരുന്നു, അവരുടെ കൾച്ചർ എന്തായിരുന്നു, അവരുടെ സംസാര ശൈലി എന്തായിരുന്നു എന്നും കൂടെ മനസ്സിലാക്കാനാണ് ഞാനീ പറയുന്നത്. അപ്പം നമ്മൾ ആ സന്ദർഭത്തിൽ നോക്കി നോക്കുക. എല്ലാവരും ഇഷ്ടിക ഓരോന്ന് എടുക്കുമ്പം ഒരാൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ 2 എടുത്ത് പോകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് ശരീരത്തിൽ പൊടി തട്ടിക്കൊണ്ട് ഇങ്ങനെ പറയും, അള്ളാഹുവിൻ്റെ കാരുണ്യം അമ്മാറിൻ്റെ മേൽ ഉണ്ടാകട്ടെ. നാളെ അമ്മാർ എല്ലാവരെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടാകും എന്നാണ്. നിങ്ങൾ ആ സന്ദർഭത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അത്രയും ദൈന്യതയിൽ നിന്നുകൊണ്ട്, സമ്പത്തില്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഏതോ പണിക്കാരെ കൊണ്ട് ചെയ്താൽ മതി, അവർ തന്നെ പണിയെടുക്കുന്ന ആ മണ്ണൊക്കെ പുരണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രവാചകന് സ്വർഗം കാണാൻ കഴിയാണ്. എന്നിട്ട് അമ്മാർ റളിയല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക നിങ്ങൾ. അമ്മാർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആ ഇഷ്ടികയുടെ പൊടി തട്ടിയിട്ട് പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ കിടക്കുന്നല്ല, സ്വർഗത്തിൽ ആദ്യം കടന്നിട്ട് ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും? അമ്മാർ റളിയല്ലാഹു ക്ഷണിക്കുന്നുണ്ടാകും എന്ന്. പിന്നെ അപ്പോൾ അമ്മാർ റളിയല്ലാഹു അപ്പോൾ പ്രാർത്ഥിക്കും, അള്ളാഹുവെ എന്നെ നീ ശിക്ഷയിൽ നിന്നും രക്ഷിക്കണേ എന്നാണ്. അയാൾ കുറേ പാടുണ്ട് ഇതിലൊക്കെ. കാരണം അമ്മാർ റളിയല്ലാഹു പ്രാർത്ഥിക്കുന്നത് പടച്ചവനെ എന്നെ നീ ശിക്ഷയിൽ നിന്നും രക്ഷിക്കണേ എന്നാണ്. ഇതാണ് സ്വർഗം. ഞാൻ പറയുന്നത് ഈ സ്വർഗത്തെക്കുറിച്ച് ധാരാളം ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് ധാരാളം നമ്മൾ ഇനിയും കേൾക്കും. ഇതൊന്നും കാര്യമില്ല. സ്വർഗം എന്നുള്ളതും പരലോകം എന്നുള്ളതാണ് നമ്മുടെ ബേസ് പോയിന്റ്. ആ ലോകത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ലോകത്തെ ചിന്തയെയും, ആ ലോകത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ലോകത്തിലെ പ്രതീക്ഷയെയും നമ്മളെപ്പം ഇതാക്കാൻ തുടങ്ങുന്നോ അപ്പം മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു മുസ്ലിമിൻ്റെ നിലപാടുകൾ എടുക്കാൻ കഴിയുള്ളൂ. അപ്പം മാത്രമേ ആരെയും പരിഗണിക്കാതെ നമുക്ക് നിലപാടുകൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം മാത്രമേ എത്ര സ്ഥാനം നഷ്ടപ്പെട്ടാലും നമുക്ക് മുസ്ലിമിൻ്റെ നിലപാടെടുക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിലെത്തിക്കുമാറാകട്ടെ. പടച്ചവൻ അള്ളാഹുവിൻ്റെ വെളിച്ചം അനുഭവിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തെ അനുഭവിക്കാനും അവിടെ അള്ളാഹുവിൻ്റെ സാമീപ്യം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തെരുമാറാകട്ടെ. പടച്ചവൻ ഗസയിലെ ജനങ്ങൾക്ക് സഹായവും അവരെയൊക്കെ സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.